നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. ത്രിവർണ്ണചാരുതയിൽ എങ്ങും സ്വാതന്ത്ര്യദിനാഘോഷ മാധുര്യം. ശക്തമായ മഴയിലും ആവേശം ചോരാതെ ആഘോഷ പരിപാടികൾ. വിഭജനമല്ല ഐക്യമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് കോട്ട മൈതാനത്തെ വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന പരേഡ്. തൃശൂർ ജില്ലാ ആസ്ഥാനത്തെ മന്ത്രി R ബിന്ദു ദേശീയ പതാക ഉയർത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് BJPയുടെ B ടീമായി അധപ്പതിച്ചിരിക്കുകയാണെന്ന് KPC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA. വോട്ട് കൊള്ളയ്ക്കെതിരെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് 5 വിളക്കിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക്. സിനിമാ താരം ബിജു കുട്ടന് വാഹനാപകടത്തിൽ പരിക്ക്. ഇന്ന് രാവിലെ കണ്ണാടി വടക്കുമുറിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റു. അപകടം ബിജുക്കുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലിടിച്ച. ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമായി പ്രഭാതം കെയർ. പുതിയ പദ്ധതി ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള സാവിത്രി ടീച്ചർ സ്മാരക സ്വാന്തന പരിചരണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒരാൾക്ക് 5000 രൂപ വീതം മാസം തോറും സഹായമായി നൽകും. ആദ്യഘട്ടത്തിൽ പരിഗണിച്ചത് ഷൊർണൂർ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അർഹരായ രോഗികളെ. രാമായണ മാസാചരണം സമാപനത്തിലേക്ക്. ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായ പരിപാടികൾ. പാലപ്പുറം ചിനുക്കത്തുറുകാവിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം ആനയൂട്ടും. ആനയൂട്ടിൽ പങ്കെടുത്ത 11 ആനകൾ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. വിഭജനമല്ല ഐക്യമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് മന്ത്രി MB രാജേഷ്. പാലക്കാട് കോട്ട മൈതാനത്തെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ സല്യൂട്ട് സ്വീകരിച്ച് സ്വാതന്ത്ര്യദിന സന്ദേശം നൽകുകയായിരുന്നു മന്ത്രി. വർണ്ണാഭമായ പരിപാടികളോടെയാണ് പാലക്കാട് കോട്ട മൈതാനിയിൽ സ്വാതന്ത്ര്യദിനാഘോഷം സംഘടിപ്പിച്ചത്. ജില്ലാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ മന്ത്രി MB രാജേഷ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ദേശീയഗാനം ആലപിക്കുമ്പോൾ യൂണിഫോമുള്ള എല്ലാ സേനാംഗങ്ങളും സല്യൂട്ട് ചെയ്തു. മറ്റുള്ളവർ ആദര സൂചകമായി എഴുന്നേറ്റ്. വിഭജനമല്ല ഐക്യമാണ് രാജ്യത്തിന് വേണ്ടതെന്ന് സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. മതരാഷ്ട്ര സങ്കല്പങ്ങൾ ജനാധിപത്യ വിരുദ്ധമാണെന്നും ജനാധിപത്യം സംരക്ഷിക്കാൻ മത സാമൂഹിക സാംസ്കാരിക യോജിപ്പുകൾ അനിവാര്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഐക്യവും അഖണ്ഡതയുമാണ് രാജ്യത്തിൻ്റെ ശക്തി. ഭിന്നിപ്പിനെയും അതുവഴിയുള്ള മുതലെടുപ്പുകളെയും അകറ്റി നിർത്താൻ കഴിയണം. ശാസ്ത്രവേഗതയെ തോൽപ്പിക്കുന്ന മതാന്ധതയെ ചെറുക്കാൻ കഴിയണം. രാജ്യത്തിനകത്ത് ശിഥിലീകരണ പ്രവർത്തനങ്ങൾ നടത്തിയവരെ ഒറ്റപ്പെടുത്തിയും ചെറുത്തുമാണ് സ്വാതന്ത്ര്യം നേടാനായത്. പുരോഗമനവും പുരോഗതിയും തിരിച്ചറിയാനും പ്രവർത്തിക്കാനുമുള്ള ഊർജമാവണം സ്വാതന്ത്ര്യ ദിനാഘോഷമെന്നും മന്ത്രി പറഞ്ഞു. മതനിരപേക്ഷതയും ജനാധിപത്യവും പരസ്പര പൂരകമാണ്. ഒന്നില്ലെങ്കിൽ മറ്റൊന്നില്ല. മത നിരപേക്ഷമല്ലാത്ത രാജ്യങ്ങൾ, മതാധിഷ്ഠിതമായ രാജ്യങ്ങൾ, അവിടെയൊന്നും ജനാധിപത്യം പുറകിട്ടില്ല എന്നത് നമുക്കും പ്രധാനപ്പെട്ട ഒരു ചരിത്ര പാഠമാണ്. ഇന്ന് മതനിരപേക്ഷത നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി മതരാഷ്ട്രവാദത്തിന്റെ ഭീഷണിയാണ്. അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തെ സംരക്ഷിക്കണമെങ്കിൽ, സമത്വവും നീതിയും സാഹോദര്യവും പുലരണമെങ്കിൽ മതനിരപേക്ഷത നമുക്ക് സംരക്ഷിക്കാൻ കഴിയേണ്ടതുണ്ട്. കനത്ത മഴയെ കൂസാതെയായിരുന്നു പാലക്കാട്ട് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ. പരേഡിൽ പോലീസ്, എക്സൈസ് ഉൾപ്പെടെ വിവിധ സേനാ വിഭാഗങ്ങളുടെയും സിവിൽ ഡിഫൻസ്, NCC, SPC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ് തുടങ്ങിയവയുടെയും 29 പ്ലാറ്റൂണുകൾ അണിനിരന്നു. തൃത്തല പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മനോജ് ഗോപി പരേഡ് കമാൻഡറായി. ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടേഴ്സ് റിസർവ് സബ് ഇൻസ്പെക്ടർ KN ജയൻ സെക്കൻഡ് ഇൻ കമാൻഡറായിരുന്നു. രാവിലെ 8:30 പാലക്കാട് RDO K മണികണ്ഠൻ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. കളക്ടർ മാധവിക്കുട്ടി, ജില്ലയിലെ MPമാർ, MLAമാർ, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ പരിപാടികൾ തേക്കിൻകാട് മൈതാനത്ത് നടന്നു. തേക്കിൻകാട് വിദ്യാർത്ഥി കോർണറിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ഡോക്ടർ R ബിന്ദു ദേശീയ പതാക ഉയർത്തി. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെയായിരുന്നു സ്വാതന്ത്ര്യദിനാഘോഷം.
ആംഡ് റിസർവ് പോലീസ്, സിറ്റി ലോക്കൽമെൻ, റൂറൽ ലോക്കൽമെൻ, സിറ്റി റൂറൽ ലോക്കൽ വുമൺ, എക്സൈസ്, ഫോറസ്റ്റ് സിവിൽ ഡിഫൻസ്, 23 KNCC, 24 KNCC, 7 KNCC, SPC സിറ്റി ബോയ്സ്, SPC റൂറൽ ബോയ്സ്, SPC സിറ്റി ഗേൾസ്, SPC റൂറൽ ഗേൾസ് എന്നീ വിഭാഗങ്ങളുടെ പരേഡ് നടന്നു. തുടർന്ന് മന്ത്രി ആർ ബിന്ദു സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി അവകാശങ്ങളുടെ സംരക്ഷണവും സ്വതന്ത്രമായ ജീവിതവും എല്ലാവർക്കും ഉറപ്പുകൊടുക്കുക എന്നുള്ളത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെടുന്ന ഭരണകൂടങ്ങളുടെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. ആ നിലയിൽ സൗഹാർദ്ദപൂർണമായ സഹവർത്തിത്വത്തോടെ മുന്നോട്ട് പോകാനും ഉന്നതമായ മാനവികതാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഉൾക്കൊള്ളൽ ജനാധിപത്യ സങ്കല്പനം പൂർണ്ണാർത്ഥത്തിൽ സാക്ഷാത്കരിക്കാൻ കഴിയുന്ന വിധത്തിൽ. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഷൊർണൂരിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. നഗരസഭാ കാര്യാലയത്തിൽ ചെയർമാൻ MK ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ഷൊർണൂർ സെന്റ് തെരേസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പ്രാർത്ഥനാഗീതത്തോടെയാണ് നഗരസഭാ കാര്യാലയത്തിൽ നഗരസഭാതല സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ തുടങ്ങിയത്. ചെയർമാൻ MK ജയപ്രകാശ് ദേശീയ പതാക ഉയർത്തി സ്വാതന്ത്ര്യദിനാഘോഷ സന്ദേശം നൽകി. ഏതാണ്ട് നൂറ്റാണ്ടുകൾ നമ്മുടെ രാജ്യത്തെ അടക്കി പോകുന്ന ബ്രിട്ടീഷ് കോളനി ഭരണത്തിനെതിരായി രാജ്യമെമ്പാടും ഉയർന്നു വന്ന ചെറുതും വലുതുമായിട്ടുള്ള പ്രക്ഷോഭങ്ങളുണ്ട്. ആ പ്രക്ഷോഭങ്ങളെല്ലാം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമെന്ന ഒറ്റ മുദ്രാവാക്യം അതിന് പിന്നിൽ ജനങ്ങളെ അണിനിരത്തി മുന്നോട്ട് പോയിട്ടുള്ള മഹാത്മാഗാന്ധി ലോകത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ അഹിംസാ മാർഗത്തിലൂടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി ഒരുപക്ഷെ സ്വാതന്ത്ര്യത്തിന് ശേഷം അദ്ദേഹത്തിന് നമ്മുടെ നാട്ടിൽ അധികകാലം ജീവിക്കാൻ സാധിച്ചു. നഗരസഭാ സെക്രട്ടറി PS രാജേഷ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K കൃഷ്ണകുമാർ, KM ലക്ഷ്മണൻ, SPHI KT വിനോദ് കുമാർ, JHI ലിഷാസി ജോർജ്, CT ദിവ്യ റാണി, രശ്മി സന്ദീപ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് മധുരപലഹാര വിതരണം നടന്നു. നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ, കണ്ടിജന്റ് ജീവനക്കാർ, ഹരിതകർമ്മസേന, അമൃതമിത്രം വർക്കേഴ്സ്, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ശുചിത്വ മിഷൻ ഹർ ഘർ തിരങ്ക, ഹർ ഘർ സ്വച്ഛതാ ക്യാമ്പയിൻ്റെ ഭാഗമായി നഗരസഭയിൽ സെൽഫി പോയിന്റ്, ക്യാൻവാസിൽ ത്രിവർണ്ണ കളർ ക്യാമ്പയിൻ എന്നിവയുമുണ്ടായി. സ്വാതന്ത്ര്യദിനാഘോഷ റാലിയും സംഘടിപ്പിച്ചു. ഷൊർണൂരിലെ മറ്റ് വിവിധ കേന്ദ്രങ്ങളിലും വിപുലമായ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. കവളപ്പാറ AUP സ്കൂളിൽ 79ാമത് സ്വാതന്ത്ര്യദിനം വിപുലമായ പരിപാടികളോടെയാണ് ആഘോഷിച്ചത്. ഗാന്ധി പ്രതിമ അനാച്ഛാദനം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് നിർവഹിച്ചു. ദേശീയ പതാക ഉയർത്തിയ ശേഷം ചെയർമാൻ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. മഹാത്മാഗാന്ധിയെ പോലെയുള്ള ലോക ശ്രദ്ധയാകർഷിച്ച ഉജ്ജ്വലനായിട്ടുള്ള അഹിംസാ സമരത്തിലൂടെ രാജ്യത്ത് ശ്രദ്ധേയമായ സ്വാതന്ത്ര്യം നേടിയെടുക്കാൻ നേതൃത്വം കൊടുത്ത മഹാത്മാഗാന്ധിയുടെ പൈതൃകം ഈ സ്വാതന്ത്ര്യ ദിന ആഘോഷത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ സ്മരിക്കേണ്ടതുണ്ട്. അദ്ദേഹം ജീവിച്ചിരിക്കുന്ന ഘട്ടത്തിൽ വളരെ ലളിതമായ ജീവിതവും അതോടൊപ്പം തന്നെ നാടിന് മാതൃകയുമായി നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം അത് സംരക്ഷിക്കാൻ കോളനി വാഴ്ചയ്ക്കെതിരായിട്ടുള്ള പോരാട്ടത്തിലേക്ക് ജനങ്ങളെ അണിനിരത്താൻ 2024-25 വർഷത്തെ PTA-യും മാനേജ്മെൻറ്റും ചേർന്നാണ് സ്കൂൾ അങ്കണത്തിൽ ഗാന്ധി പ്രതിമ നിർമ്മിച്ചത്. ശില്പി കവളപ്പാറ സ്വദേശി VP രാഗേഷിനെ ചടങ്ങിൽ ആദരിച്ചു. കൗൺസിലർ KS ശോഭന അധ്യക്ഷയായിരുന്നു. പ്രധാനാധ്യാപിക KP സരസ്വതി, E രാജഗോപാൽ, M ചിത്ര, PK മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടികളുടെ കലാപരിപാടികളും തുടർന്ന് തോൽപ്പാവക്കൂത്ത് അവതരണവുമുണ്ടായി. ഷൊർണൂർ NSS കരയോഗത്തിൽ സ്വാതന്ത്ര്യദിനം വിപുലമായി ആഘോഷിച്ചു. കരയോഗം പ്രസിഡന്റ് P നാരായണൻ പതാക ഉയർത്തി. സെക്രട്ടറി A വിജയൻ, ഖജാൻജി KP രാധാകൃഷ്ണൻ, ജോയിന്റ് സെക്രട്ടറി സുരേഷ് ബാബു, PM സേതുമാധവൻ,
എം രാമചന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മധുരപലഹാര വിതരണവും നടന്നു. ഷൊർണൂർ ചുടുവാലത്തൂർ മൈത്രി നഗർ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പ്രസിഡന്റ് AT രാധാകൃഷ്ണൻ ദേശീയ പതാക ഉയർത്തി. സെക്രട്ടറി VR സതീശൻ, KJ മൈക്കിൾ, CM അംബിക, NV വിനോദ്, ഉണ്ണി പാണ്ടത്ത്, KK ശശീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. KSSPU ഷൊർണൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാതന്ത്ര്യദിനാഘോഷം നടത്തി. ഷൊർണൂർ പെൻഷൻ ഭവനിൽ പ്രസിഡന്റ് TK ഭാസ്കരൻ ദേശീയ പതാക ഉയർത്തി. ജില്ലാ രക്ഷാധികാരി P. വിശ്വനാഥൻ നായർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. ജില്ലാ കമ്മിറ്റി അംഗം P. ഗംഗാധരൻ, പ്രസിഡന്റ് TK ഭാസ്കരൻ, സെക്രട്ടറി ES കൃഷ്ണൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് CN ഭവദാസൻ ഉണ്ണി മാസ്റ്റർ, ഏരിയ സെക്രട്ടറി KO ജോസഫ്, ഇന്ദിര, പ്രേമ, രാജാമണി, അശോകൻ, ചന്ദ്രശേഖരൻ തുടങ്ങിയവർ പങ്കെടുത്തു. ദേശീയ ഗാനാലാപനത്തോടെ ആഘോഷ പരിപാടികൾ സമാപിച്ചു. തുടർന്ന് മിഠായി വിതരണവും നടന്നു. യുവമോർച്ച പാലാങ്കുളങ്ങര യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. BJP മണ്ഡലം സെക്രട്ടറി വിപിൻ നാഥ് ദേശീയ പതാക ഉയർത്തി. കാർഗിൽ യുദ്ധസമയത്ത് വീരമൃത്യു വരിച്ച ജവാൻ ഗിരീഷിന്റെ ബലികുടീരത്തിലേക്ക് ദീപശിഖാ പ്രയാണം നടത്തി. തുടർന്ന് പുഷ്പാർച്ചനയും നടന്നു. മഹിളാ മോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി സിനി മനോജ് ഉദ്ഘാടനം ചെയ്തു. ജവാന്റെ മാതാവ് ഗംഗാദേവിയെ ആദരിച്ചു. യുവമോർച്ച പാലംകുളങ്ങര യൂണിറ്റ് പ്രസിഡന്റ് A. രഞ്ജിത്ത് അധ്യക്ഷത വഹിച്ചു. BJP മണ്ഡലം പ്രസിഡന്റ് R. രഞ്ജിത്ത്, കൗൺസിലർ രാധാ സുരേന്ദ്രൻ, ഏരിയ പ്രസിഡന്റ് മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പത്രിപ്പാല മേഖലയിലും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ അതിവിപുലമായി ആഘോഷിച്ചു. വിവിധ പരിപാടികളിൽ രാഷ്ട്രീയ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ളവർ പങ്കെടുത്തു. കാരുണ്യഭവനം സെക്രട്ടറി ഷംസുദ്ദീൻ പത്രിപ്പാല പതാക ഉയർത്തി. ഡയറക്ടർ S. അബ്ദുൽ കരീം സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. സ്വസ്ഥതയോടെ ജീവിക്കുക എന്നതാണ് അവരുടെ ലക്ഷ്യമെങ്കിലും ഇന്ന് നമുക്ക് അതൊക്കെ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയും രാഷ്ട്രീയ മേളന്മാരുടെയും മത ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ ലഹരി മാഫിയയുടെയൊക്കെ കയ്യിൽ നിന്ന് നമുക്ക് സ്വസ്ഥമായി ഒരു ജീവിതം ഉണ്ടാക്കണമെങ്കിൽ വീണ്ടും അവർ പൂർവികർ ഇറങ്ങിയ അതുപോലെ തന്നെ നമുക്കും ഇറങ്ങേണ്ട സാഹചര്യമാണ് ഇന്നുള്ളത്. ഡോക്ടർ കുഞ്ഞു മുഹമ്മദ്, മാനേജർ K. മുബാറക്, ട്രസ്റ്റ് അംഗം സുബൈർ എന്നിവർ സംസാരിച്ചു. അന്തേവാസികളുടെ കലാപരിപാടികളും മധുര വിതരണവും ഉണ്ടായി. NCP മണ്ണൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷം NCP ബ്ലോക്ക് പ്രസിഡന്റ് നാസർ അത്താപ്പ ഉദ്ഘാടനം ചെയ്തു. ആ രാജ്യത്തിൻ്റെ മഹിതമായ പാരമ്പര്യത്തെ തകർക്കുക, ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുക, ഇന്ത്യയിലെ മനുഷ്യന് ജീവിക്കാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുക. നമുക്കറിയാം, തൊട്ടടുത്ത ദിവസങ്ങളിൽ രണ്ട് കന്യാസ്ത്രീകൾ അനുഭവിക്കേണ്ടി വന്ന ത്യാഗം, രാജ്യത്തിൻ്റെ ഭരണഘടന അനുവദിക്കുന്ന അവകാശങ്ങളെ ഒരു മനുഷ്യന് നിഷേധിക്കപ്പെടുന്നതിൻ്റെ SJN രാജീവ് അധ്യക്ഷത വഹിച്ചു. A. ഷഫീഖ്, P. വിനോദ്, PK പ്രേമൻ, NS ഹംസ, സയ്യിദാലി, KM നിഷാദ്, ജലീൽ, ജാബിർ, NS സിദ്ദിഖ്, സുന്ദരൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. R. സ്വപ്ന സ്വാഗതവും വാർഡ് മെമ്പർ ഷഫീന നജീബ് നന്ദിയും പറഞ്ഞു. തുടർന്ന് മധുര വിതരണവും ഉണ്ടായി. മണ്ണൂർ കോട്ടക്കുന്ന് ജാമിയൽ ഉല്ലും മദ്രസയിൽ സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. പള്ളി പ്രസിഡന്റ് KP മൊയ്തീൻകുട്ടി പതാക ഉയർത്തി. പള്ളി സെക്രട്ടറി അബ്ദുൽ ഹക്കീം മാസ്റ്റർ സ്വാതന്ത്ര്യദിന സന്ദേശം നൽകി. രാജ്യത്തിൻ്റെ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് ജാതി മത വർഗവർണ്ണ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെയൊക്കെ പ്രവർത്തനങ്ങൾ രാജ്യത്തിന് ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഭരണരീതിയാണ്, ഒരു പ്രവർത്തന രീതിയാണ് രാജ്യം ഭരിക്കുന്ന ആളുകളും സ്വീകരിക്കേണ്ടത്. മുഹമ്മദ് സാലിം സഹദി, മഹല്ല് ഭാരവാഹികളായ അബൂബക്കർ സിദ്ദീഖ്, ഹംസ, ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് മധുര വിതരണവും നടന്നു. മണ്ണൂർ ഇന്ദിരാഗാന്ധി സാംസ്കാരിക കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലും സ്വാതന്ത്ര്യ ചടങ്ങുകൾ ആഘോഷിച്ചു. ചെയർമാനും പഞ്ചായത്ത് മെമ്പറുമായ A. ഹുസൈൻ ഷഫീഖ് ദേശീയ പതാക ഉയർത്തി. രക്തസാക്ഷികളുമായി ഉൾപ്പെടെയുള്ളതുകൊണ്ടാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ളത്. നാം എല്ലാവരും ഇന്ത്യയിലെ ഹിന്ദുക്കളും മുസൽമാനും ക്രിസ്ത്യാനികളും എല്ലാവരും ഒന്നിച്ച്
ജീവിക്കുന്ന ഒരു മതേതര രാഷ്ട്രം, ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രം ഇന്ത്യയാണ്. അതുകൊണ്ട് തന്നെ നാം എല്ലാവരും ഇന്നത്തെ ദിവസത്തെ വളരെയധികം സന്തോഷത്തോടു കൂടി തന്നെ, അഭിമാനത്തോടു കൂടി തന്നെ ഇന്നിവിടെ ഇന്ത്യൻ പതാക ഉയർത്തിയിരിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ആളുകൾക്കും രക്തസാക്ഷികൾക്കും വേണ്ടി ഇന്നത്തെ ദിവസത്തിന് വേണ്ടി വളരെയധികം സന്തോഷത്തോടു കൂടി ആശംസ അറിയിക്കുന്നു. പഞ്ചായത്ത് മെമ്പർ സുനിത അധ്യക്ഷത വഹിച്ചു. കൺവീനർ യൂനസ് PM, മെമ്പർമാരായ കുഞ്ചുണ്ണി, സ്വർണ്ണകുമാരൻ, സി റാഷിദ്, പി അപ്പുകുട്ടി, നസീർ കെ, ഷാഹിന, ഷംസുദ്ദീൻ, M രാജേഷ്, ടി ഹംസ, പി പ്രേംദാസ്, സി ഉണ്ണികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. STV ചാനലിലും 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. അക്കൗണ്ടന്റ് പ്രസാദ് ദേശീയ പതാക ഉയർത്തി. ജീവനക്കാർ പങ്കെടുത്തു. സിനിമാ താരം ബിജുകുട്ടനെ വാഹനാപകടത്തിൽ പരിക്ക്. പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ചാണ് അപകടമുണ്ടായത്. പുലർച്ചെ 6 മണിയോടെയായിരുന്നു അപകടം. ബിജുക്കുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയ്ക്ക് അരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു. ബിജുക്കുട്ടനും ഡ്രൈവർക്കും സാരമായി പരിക്കേറ്റു. ഇരുവരും പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ഡ്രൈവർ ഉറങ്ങിപ്പോയതാകാം അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ പുതിയ പദ്ധതിയിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള ആശ്വാസ പദ്ധതിക്ക് തുടക്കമായി. പി മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും സാംസ്കാരിക രംഗത്തും വിസ്മരിക്കാൻ കഴിയാത്ത രീതിയിലാണ് പ്രഭാതത്തിന്റെ പ്രവർത്തനമെന്ന് പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റ് മറ്റൊരു പദ്ധതിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ട്രസ്റ്റിന് കീഴിലുള്ള സാവിത്രി ടീച്ചർ സ്മാരക സ്വാന്തന പരിപാലന കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ഓഗസ്റ്റ് 15 മുതൽ പുതിയ പദ്ധതിക്ക് തുടക്കമായിരിക്കുന്നത്. പ്രഭാതം കെയർ എന്ന പേരിൽ ഡയാലിസിസ് രോഗികൾക്കുള്ള ആശ്വാസ പദ്ധതിക്കാണ് തുടക്കം. ഷൊർണൂർ മയിൽവാനം കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ചടങ്ങിൽ പി മമ്മിക്കുട്ടി MLA പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനങ്ങളിൽ വിശ്വാസമർപ്പിച്ച പ്രവർത്തനങ്ങളാണ് പ്രഭാതത്തിൻ്റേത്. ജീവകാരുണ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒട്ടേറെ പ്രവർത്തനങ്ങൾ നടത്തുന്ന പ്രഭാതത്തിൻ്റെ പ്രവർത്തനം വിസ്മരിക്കാൻ കഴിയാത്ത രീതിയിലാണെന്നും പി മമ്മിക്കുട്ടി MLA പറഞ്ഞു. ജീവകാരുണ്യപരമായ അംശങ്ങളുടെ ഭാഗം തന്നെയാണ് വിദ്യാർത്ഥികൾ, നിർദ്ധരായ കുട്ടികൾക്ക് പഠനത്തിനാവശ്യമായ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതുപോലെ തന്നെ വൃദ്ധരായ മാതാപിതാക്കൾക്കുള്ള അഭയ കേന്ദ്രം എന്ന നിലക്കുള്ള വയോജന കേന്ദ്രം. അപ്പോൾ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് വിഭാവനം ചെയ്തിട്ടുള്ള വിവിധങ്ങളായുള്ള പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജനങ്ങളതിന് നൽകുന്ന വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നതിന് വേണ്ടിയുള്ള ആത്മവിശ്വാസം അവർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യം. ഡയാലിസിസ് രോഗികൾ കൂടി വരികയാണ്. സഹായം ആവശ്യമായ ആളുകളുടെ എണ്ണത്തിലും കൂടി വരുന്നതായും ചെയർമാൻ MR മുരളി പറഞ്ഞു. ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമാകുന്ന പദ്ധതിക്കാണ് പ്രഭാതം തുടക്കം കുറിച്ചിരിക്കുന്നത്. പദ്ധതി മുന്നോട്ടു പോകാൻ എല്ലാവരുടെയും സഹായം ഉണ്ടാകണമെന്നും MR മുരളി അഭ്യർത്ഥിച്ചു. ദൈവത്തിന് പോലും അറിയില്ല, എല്ലാം അറിയുന്ന ആൾ ദൈവം എന്നാണല്ലോ വെപ്പ്. ദൈവത്തിന് പോലും അറിയില്ല കാര്യങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നാണ് പലരുടെയും അവസ്ഥ. അപ്പം അങ്ങനെയുള്ളവരെ കണ്ടെത്തി ചെറിയൊരാശ്വാസം അവരുടെ ബുദ്ധിമുട്ടുകളിൽ, പ്രയാസങ്ങളിൽ ഒരു ചെറിയ ആശ്വാസം നൽകുക എന്നതാണ് പ്രഭാതം ഉദ്ദേശിക്കുന്നത്. ചടങ്ങിൽ ശ്രീല, കൗൺസിലർ ഷൊർണൂർ വിജയൻ, ഡോക്ടർ വേണുഗോപാൽ, ഉണ്ണികൃഷ്ണൻ, ജൂബി, രഞ്ജിത്ത്, ജയപാലൻ, കൃഷ്ണദാസ് തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി MB രതീഷ് സ്വാഗതവും സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു. പ്രാരംഭത്തിൽ 16 പേർക്കാണ് ധനസഹായം നൽകിയത്. വൃക്ക സംബന്ധമായ അസുഖത്തെ തുടർന്ന് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നിർധനരും സർക്കാർ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ ഒന്നും തന്നെ ലഭിക്കാത്തവർക്കാണ് ഈ പദ്ധതി പ്രകാരം സഹായം നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. ഷൊർണൂർ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അർഹരായവരെയാണ് ആദ്യഘട്ടത്തിൽ പരിഗണിക്കുക. ഒരാൾക്ക് 5000 രൂപ വീതം മാസം തോറും ഈ പദ്ധതി പ്രകാരം സഹായമായി നൽകും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വിദ്യാകിരണം പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന മങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ കെട്ടിടത്തിൻ്റെ പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും
3.9 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയുള്ള 3 നില കെട്ടിടമാണ് ഉയരുക. 18 ക്ലാസ് മുറികൾ, ടോയ്ലറ്റ്, ബ്ലോക്ക്, ആധുനിക പഠന മുറികൾ എന്നിവ ഉൾപ്പെടുന്നതാണ് പുതിയ സ്കൂൾ കെട്ടിടം. കെട്ടിടത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം അഡ്വക്കേറ്റ് ശാന്തകുമാരി MLA നിർവഹിച്ചു. പിന്നീട് കിളയുടെ ഇതിന്റെ സാങ്കേതിക മേൽനോട്ടം വഹിക്കുന്നത് നേരത്തെ ജില്ലാ പഞ്ചായത്ത് ഞാൻ പ്രസിഡന്റായിരിക്കുമ്പോൾ സെക്രട്ടറിയും എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്ന ശ്രീ സുബ്രഹ്മണ്യൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയറായി ചുമതലയേറ്റതിനു ശേഷമാണ് വളരെ നല്ല ഇടപെടൽ നടത്തി അദ്ദേഹം നമ്മുടെ മംഗല സ്കൂളിന്റെ ഈ സാങ്കേതിക പ്രശ്നങ്ങളെല്ലാം അവസാനിപ്പിച്ച് TS അനുമതിയിലേക്ക് പോകുന്നു, കരാർ നടപടിയിലേക്ക് പോയത്. അപ്പൊ അതിന് സ്വാഭാവികമായ ചില വൈകല്യം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരിമിതിയാണ്. ഹയർ സെക്കൻഡറി ബ്ലോക്ക് പാലക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V. സേതുമാധവൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് മുഖ്യ അതിഥിയായി പങ്കെടുത്തു. മങ്കര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് A. മല്ലിക, വാർഡംഗം ചന്ദ്രിക, വിദ്യാകിരണം കോർഡിനേറ്റർ KN കൃഷ്ണകുമാർ, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ബിന്ദു, BPC AM അജിത്, പ്രധാനാധ്യാപിക S. അജിത എന്നിവർ സംസാരിച്ചു. PTA പ്രസിഡന്റ് S. ഹരിദാസൻ സ്വാഗതവും പ്രിൻസിപ്പൽ NS മഞ്ജുള നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് ചേലക്കര യൂണിറ്റിൻ്റെയും പഴയന്നൂർ ബ്ലോക്ക് കേണൽ പോൾസൺ സ്മാരക വിമുക്ത ഭടഭവൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കുടുംബസംഗമവും വാർഷിക ആഘോഷവും തൊണ്ണൂർക്കുര MSN ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. K. രാധാകൃഷ്ണൻ MP ഉദ്ഘാടനം ചെയ്തു. സ്വാതന്ത്ര്യത്തിന്റെ 78ാം വാർഷിക ദിനമായ ഓഗസ്റ്റ് 15 രാവിലെ 9 മണിക്ക് ചേലക്കര SMT സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച ഘോഷയാത്രയോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് തൊണ്ണൂർക്കര MSN ഓഡിറ്റോറിയത്തിൽ വിമുക്ത ഭടഭവന്റെ വാർഷികം MP K. രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും വിഭാഗത്തിൻ്റെ താല്പര്യം മാത്രം സംബന്ധിച്ചാൽ മറുവിഭാഗങ്ങളെല്ലാം തന്നെ പ്രയാസവും പ്രസിദ്ധിയും അവർക്കുണ്ടാകും. അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു ഭരണഘടന ഉണ്ടാക്കിയപ്പോൾ നമ്മുടെ രാജ്യം എങ്ങനെയായിരിക്കണമെന്ന് തീരുമാനിച്ചു. ഏതെങ്കിലും മതരാഷ്ട്രമായിട്ട് മാറാനുള്ള തീരുമാനിച്ചു. ഏതെങ്കിലും സ്ഥലത്ത് മതരാഷ്ട്രം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ വഴികേൽക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ ആ പാതകളിൽ നമ്മൾ പിന്തുടരേണ്ടതില്ല. ചേലക്കര യൂണിറ്റ് കുടുംബസംഗമം MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് മനോജ് തോട്ടത്തിൽ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് P. ജയദേവൻ മുഖ്യപ്രഭാഷണം നടത്തി. മറ്റു ഭാരവാഹികളായ മോറിസ് T. സുരേഷ് കുമാർ, ലളിത M. നായർ, അശോക് കുമാർ, ബേബി മാത്യു, മുൻ തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം E. വേണുഗോപാല മേനോൻ, അഡ്വക്കേറ്റ് അരവിന്ദാക്ഷൻ, TP മനോജ് കുമാർ, ഉഷ ബാലകൃഷ്ണൻ, KR ഗോപിതാനന്ദൻ നായർ, ഉഷ ബാലകൃഷ്ണൻ, രാധാചന്ദ്രൻ, KS അബ്ദുൽ മജീദ്, K. മുഹമ്മദ്, AP ചന്ദ്രശേഖരൻ, P. മോഹനൻ, M. രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ അംഗീകാരങ്ങൾ നേടിയ വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും മെമ്മന്റോ നൽകി ആദരിച്ചു. യൂണിറ്റ് സെക്രട്ടറി T. രാജൻ സ്വാഗതവും PV സന്തോഷ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കൊടുങ്ങല്ലൂർ നേടിയ തളീശ്വര ക്ഷേത്രത്തിൽ യന്ത്രക്കൊമ്പനെ നടയിരുത്തുന്നു. തളീശ്വരൻ എന്ന പേരിൽ നടൻ ജാക്കി ഷറഫിൻ്റെ സഹകരണത്തോടെ പെറ്റ് ഇന്ത്യയാണ് ആനയെ സമർപ്പിക്കുന്നത്. യന്ത്ര ആനയ്ക്ക് 800 കിലോഗ്രാം ഭാരവും 3 മീറ്റർ ഉയരവുമുണ്ട്. ആനകളെ ഒരിക്കലും വാടകയ്ക്കെടുക്കുകയോ എഴുന്നള്ളിക്കുകയോ ചെയ്യില്ലെന്ന ക്ഷേത്രത്തിൻ്റെ നിലപാടിനുള്ള അംഗീകാരം കൂടിയാണ് യന്ത്രക്കൊമ്പൻ. ചാലക്കുടി സ്വദേശി പ്രശാന്താണ് യന്ത്ര ആനയെ നിർമ്മിച്ചിട്ടുള്ളത്. മൃഗസ്നേഹികളുടെ സംഘടനയായ പെറ്റ്സ് ഇന്ത്യ ഇതുവരെ 11 യന്ത്ര ആനകളെ സമ്മാനിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇത് 7ാമത്തെ ആനയെയാണ് കൈമാറുന്നത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് ബെന്നി ബെഹനാൻ MPയും VR സുനിൽകുമാർ MLAയും ചേർന്ന് തളീശ്വരൻ്റെ അനാച്ഛാദനം നിർവഹിക്കും. തുടർന്ന് പഞ്ചാരിമേളം അരങ്ങേറും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഒറ്റപ്പാലം പാലപ്പുറം ചിനക്കുത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നു. തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്തിലായിരുന്നു ചടങ്ങ്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിലാണ് പാലപ്പുറം ചിനക്കത്തൂർ ഭഗവതി ക്ഷേത്രത്തിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമവും ആനയൂട്ടും നടന്നത്. 100 കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു.
പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ പനാവൂർ കുട്ടൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യക്ഷ ഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. മീറ്റ്ന രാമകൃഷ്ണനും സംഘവും അവതരിപ്പിച്ച പാണ്ഡിമേളവുമുണ്ടായി. ആനയൂട്ടിൽ 11 ആനകൾ പങ്കെടുത്തു. ഈ വർഷം 11 ആനകളുമായിട്ട് കാലാവസ്ഥയെ അതിജീവിച്ചുകൊണ്ട് വളരെ ഗംഭീരമായി നടന്നിരിക്കുകയാണ്. സഹസ്രം വരുന്ന ഭക്തജനങ്ങളുടെ സഹകരണം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത്രയും വലിയ വിജയകരമായിട്ട് നമുക്ക് നടത്താൻ സാധിച്ചിട്ടുള്ളത്. വരും വർഷങ്ങളിലും എല്ലാ ഭക്തജനങ്ങളുടെയും സഹകരണവും പിന്തുണയും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് വന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഹൃദയത്തിൽ നിന്ന് തട്ടി നന്ദി പ്രകാശിപ്പിക്കുകയാണ്. രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് വ്യാഴാഴ്ച വൈകുന്നേരം വിളക്കുവെപ്പ്, മെഗാ തിരുവാതിരക്കളി, പാലപ്പുറം നാരായണൻകുട്ടിയും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യം എന്നിവയുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പറളി തേനൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായി ശ്രീരാമ പട്ടാഭിഷേക എഴുന്നള്ളത്ത് നടന്നു. ക്ഷേത്രം മേൽശാന്തി ഞാറങ്ങാട്ട് മഠം രാമേന്ദ്രൻ ചടങ്ങുകൾക്ക് കാർമ്മികത്വം നൽകി. കളരിക്കൽ സുജീഷ് പണിക്കർ, ഒറകുളങ്ങര സുദേവൻ എന്നിവർ ആചാര്യന്മാരായിരുന്നു. ചെറുതുരുത്തി സിദ്ധി വിനായക ക്ഷേത്രത്തിൽ മഹാ അഷ്ടദ്രവ്യ ഗണപതി ഹോമവും ആനയൂട്ടും ഗജപൂജയും നടന്നു. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ബ്രഹ്മശ്രീ അടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ജയരാജൻ, കുഞ്ഞുണ്ണി, രാജ്കുമാർ, പുഷ്പരാജൻ, സുരേഷ്, ജയപ്രകാശ് എന്നിവർ നേതൃത്വം നൽകി. വാണികുളം പുലാചിത്ര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ രാമായണ പാരായണ മത്സരം നടന്നു. രാവിലെ 9:30-ക്കാണ് മത്സരം ആരംഭിച്ചത്. പാരായണ മത്സരത്തിന് ശേഷം പുലാചിത്ര വനിതാ വേദിയുടെ തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു. രാമായണ കഥ ആസ്പദമാക്കിയായിരുന്നു തിരുവാതിരക്കളി. പ്രധാന വാർത്തകൾ വീണ്ടും. ത്രിവർണ്ണചാരുതയിൽ എങ്ങും സ്വാതന്ത്ര്യദിനാഘോഷ മാധുര്യം. ശക്തമായ മഴയിലും ആവേശം ചോരാതെ ആഘോഷ പരിപാടികൾ. വിഭജനമല്ല, ഐക്യമാണ് രാജ്യത്തിന് ആവശ്യമെന്ന് മന്ത്രി MP രാജേഷ്. പാലക്കാട് കോട്ട മൈതാനത്തെ വർണ്ണാഭമായ സ്വാതന്ത്ര്യദിന പരേഡ്. തൃശൂർ ജില്ലാ ആസ്ഥാനത്തെ മന്ത്രി R ബിന്ദു ദേശീയ പതാക ഉയർത്തി. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് BJPയുടെ B ടീമായി അധപ്പതിച്ചിരിക്കുകയാണെന്ന് KPC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ് MLA. വോട്ട് കൊള്ളയ്ക്കെതിരെ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഫ്രീഡം ലൈറ്റ് നൈറ്റ് മാർച്ച്. മാർച്ച് സംഘടിപ്പിച്ചത് 5 വിളക്കിൽ നിന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക്. സിനിമാ താരം ബിജു കുട്ടന് വാഹനാപകടത്തിൽ പരിക്ക്. ഇന്ന് രാവിലെ കണ്ണാടി വടക്കുമുറിയിൽ വെച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർക്കും പരിക്കേറ്റു. അപകടം ബിജുകുട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിലിടിച്ച. ഡയാലിസിസ് രോഗികൾക്ക് ആശ്വാസമായി പ്രഭാതം കെയർ. പുതിയ പദ്ധതി ഷൊർണൂർ പ്രഭാതം ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിലുള്ള സാവിത്രി ടീച്ചർ സ്മാരക സ്വാന്തന പരിചരണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഒരാൾക്ക് 5000 രൂപ വീതം മാസം തോറും സഹായമായി നൽകും. ആദ്യഘട്ടത്തിൽ പരിഗണിച്ചത് ഷൊർണൂർ നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും അർഹരായ രോഗികളെ. രാമായണ മാസാചരണം സമാപനത്തിലേക്ക്. ക്ഷേത്രങ്ങളിൽ ഭക്തി നിർഭരമായ പരിപാടികൾ. പാലപ്പുറം ചിനക്കത്തുറുകാവിൽ പ്രത്യക്ഷ മഹാഗണപതി ഹോമം ആനയൂട്ടും. ആനയൂട്ടിൽ പങ്കെടുത്തത് 11 ആനകൾ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.